ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു പാഷൻ ടു ബിസിനസ്. നമ്മളൊരു ബൊട്ടിക് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബൊട്ടിക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് ഹയർ ചെയ്യുന്ന മാർക്കറ്റിംഗ് ടീമിനെ ആയിരിക്കണം. കാരണം മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നും അത് അതിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള ആ കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ ഈ പ്രോഡക്റ്റ് ആരാണ് ഉപയോഗിക്കുന്നത്, നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആരായിരിക്കണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഐഡിയൽ കസ്റ്റമർ ആരാണെന്ന് അറിയാതെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി പരാജയപ്പെട്ട ബിസിനസ്സുകാരാണ് കൂടുതലും. കാരണം ആ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അവരിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുവാനും അത് നമുക്ക് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബൊട്ടിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐഡിയൽ കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുടെ ബൈയിങ് കപ്പാസിറ്റി എന്താണ്, പ്രൊഫഷണൽസ് ആണോ, ഹൗസ് വൈഫ് ആണോ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണോ, ഇങ്ങനെ ഏത് കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്, അവർ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഒരു പ്രോഡക്റ്റിന് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ നേരിടുന്ന ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൽ വളരെ ഡാർക്ക് ഷെയ്ഡുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അവർക്ക് നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകളിലുള്ള അത് ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അവൈലബിലിറ്റി നമ്മുടെ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക, ഒരു ക്വിക്ക് സർവേ നടത്തി കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമ്മുടെ കസ്റ്റമർ പെർസോണ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സിൽ. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൽ നമുക്ക് ഒരുപാട് മികച്ച ബ്രാൻഡുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ബ്രാൻഡിങ്ങിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഫോണ്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരു കളർ തീം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എവിടെ നമ്മൾ ആ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരു യുണീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു യുണീക്കായിട്ടിരിക്കണം. കാരണം ഫോണ്ട് സ്റ്റൈൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല പ്രമുഖരായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളുടെയും ഫോണ്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒരു അവരുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒരു ദിവസം ഒരു ഫോണ്ടിൽ കൊടുത്ത് പിന്നെ വേറൊരു ദിവസം വേറൊരു ഫോണ്ടിലല്ല ഇതൊന്നും അവരുടെ പ്രിന്റിംഗ് എല്ലാം വരുന്നത്. അപ്പോൾ ആ ഡിസൈൻ ക്വാളിറ്റിയും ഡിസൈൻ ഫോണ്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരു കസ്റ്റമറുടെ ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ് അത് ശരിക്കും ആ ഒരു ലോഗോ ഫോണ്ട് അതൊക്കെ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ പല തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കൂടുതൽ ആളുകൾ അതിനകത്തായിരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏജ് കാറ്റഗറി ഏതാണ്, ആ ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ എവിടെയാണ് കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് സർവേ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് ട്രെൻഡ് വസ്ത്രങ്ങളാണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓരോ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പിൻട്രസ്റ്റിലാണെങ്കിൽ നമുക്ക് ഒരു ക്വിക്ക് സർവേ നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ് ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ പോലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ അണിയാൻ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ബിഹൈൻഡ് സീനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് ആഡ് റൺ ചെയ്യുക. നമുക്ക് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടേക്കൊക്കെ നമ്മുടെ പരസ്യം കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പം മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ഓഡിയൻസിനെ പരസ്യം കാണിക്കത്തക്ക രീതിയിൽ ഫേസ്ബുക്കിൽ നമുക്ക് ടാർഗറ്റഡ് ഓഡിയൻസ് സെറ്റ് ചെയ്തുകൊണ്ട് പരസ്യം കാണിക്കാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വളരെ ലിവറേജസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. യൂട്യൂബിലാണെങ്കിൽ നമുക്ക് ലോങ് ഫോം വീഡിയോസ്, കൂടുതലും ആളുകൾ ലോങ് ഫോം വീഡിയോസാണ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ടിപ്സും അതുപോലെ തന്നെ ഫാഷൻ സ്റ്റൈലിഷും ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കൂടുതൽ കണ്ടന്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മാർക്കറ്റിംഗിൽ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഓഫർ സെറ്റിംഗ്.
നമുക്കറിയാം, നമുക്ക് ഓഫർ എന്ന് കേൾക്കുമ്പോൾ അതിനോട് ഒരു പ്രത്യേക ഒരു മമത തോന്നാറുണ്ട് ആളുകൾക്ക്. അത് പെട്ടെന്ന് ഇടിച്ചു കയറി ഓരോ സ്ഥലത്തൊക്കെ ഓഫറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഇടിച്ചു കയറി പോയിട്ട് വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ അതുപോലുള്ള ഒക്കേഷനുകളിലൊക്കെ നമ്മൾ ഓഫറുകൾ സെറ്റ് ചെയ്യുക. ബൈ 2 get 1 ഫ്രീ, അതുപോലെ തന്നെ 5 പർച്ചേസിന് 500 റുപ്പീസ് ഓഫർ, അതുപോലെ തന്നെ 50% ഓഫർ, അങ്ങനെ പല ഓഫറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമറിലേക്ക് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്, അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കസ്റ്റമറിൻ്റെ ലോയൽറ്റി നമുക്ക് ലിവറേജ് ചെയ്യുക. അതായത് കസ്റ്റമർ ഇപ്പം നിലവിലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അവർക്ക് കുറച്ചുകൂടി പേഴ്സണൽ സ്റ്റൈലിഷ് സജഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഓഫറുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അങ്ങനെ നമുക്ക് കസ്റ്റമറിൻ്റെ ലോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ചെറിയ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, ചെറിയ ലോക്കൽ സെല്ലേഴ്സ് ഉണ്ടാവും. അവരിലേക്കൊക്കെ നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ കുറച്ചുകൂടി എത്തിച്ചു കഴിഞ്ഞാൽ അവർ മുഖാന്തരം നമുക്ക് കുറച്ചുകൂടി ഒരു മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതിലൊക്കെ പരമപ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ മാർക്കറ്റിംഗ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഒരു കോൾ ടു ആക്ഷൻ നമ്മൾ ബട്ടൺ വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്താ പറയുക, വാട്സാപ്പ് വഴിയാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പിൻ്റെ നമ്പേഴ്സ് നമ്മൾ കൊടുത്തിരിക്കണം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സാപ്പിൻ്റെ നമ്പർ കൊടുക്കണം. അതല്ല നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിലോട്ടാണ് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് കൊടുക്കാനുള്ള ആ കണക്ഷൻ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ കോൾ ടു ആക്ഷൻ ഇല്ലാണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രോഡക്റ്റുകളും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ആളുകൾ അതിന് താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ കിട്ടും, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇത് എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ എത്ര നല്ല പ്രോഡക്റ്റ് എത്ര നന്നായി മാർക്കറ്റിംഗ് ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആ കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൽ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബയോയിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി മാറുകയും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.